എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കൃത്രിമ ഭക്ഷണവും ആരോഗ്യ പ്രശ്നവും എന്നതാണ്. ഇപ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്തെ കുട്ടികളിലും വലിയവർക്കും ആരോഗ്യവും വളരെയധികം കുറവ് തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയിൽ തന്നെയാണ്. പക്ഷേങ്കിൽ നമ്മൾ ഒന്ന് പുറകോട്ട് പോയി നോക്കുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്ത് എല്ലാവരും സ്വന്തം കൃഷി ചെയ്തും സ്വന്തം ഉൽപ്പാദിപ്പിച്ച ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് അവർക്ക് അധികം രോഗമൊന്നും വരാറില്ല. അതുകൊണ്ട് അവർ അധികകാലം ജീവിച്ചിരുന്നിട്ടുമുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ നമുക്കറിയാം, മരിക്കുന്നവരുടെ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ 67 65 വയസ്സുള്ളവരൊക്കെയാണ് ഇപ്പോൾ മരിക്കുന്നത്. പക്ഷേങ്കിൽ പണ്ടത്തെ കാലത്തായിരുന്നുവെങ്കിൽ 100 105 110 ഒക്കെ പോയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ. പക്ഷേങ്കിൽ ഇപ്പോൾ അത് ചുരുങ്ങാൻ വേണ്ടിയുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെയും അതുപോലെ തന്നെ യോഗ ചെയ്യാത്തതിൻ്റെയും കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുത്തുന്നത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം ഒരു 4-5 മണിയാകുമ്പോഴേക്കും നമുക്ക് കാണാൻ കഴിയും, ഫാസ്റ്റ് ഫുഡ് സ്റ്റോറുകളിൽ വളരെയധികം തിരക്ക് നമുക്ക് കാണാൻ കഴിയും. അത് തന്നെ നമുക്ക് വലിയൊരു ഉദാഹരണമാക്കി എടുക്കാം. കാരണം ഇപ്പോൾ എല്ലാവർക്കും വായ്ക്ക് രുചിയുള്ളത് മാത്രം കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേങ്കിൽ അത് വായ്ക്ക് രുചി മാത്രമേ നൽകുന്നുള്ളൂ. അത് നമ്മുടെ ഉള്ളിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് മുഴുവൻ ദോഷം മാത്രമേ അത് വരുത്തുന്നുള്ളൂ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് എവിടുന്നൊക്കെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് വെച്ചാൽ, നമുക്കറിയാം, ഇപ്പോൾ കൂൾ ഡ്രിങ്ക്സുകൾ ഇപ്പോൾ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. കൂൾ ഡ്രിങ്ക്സുകൾ വിവിധ നിറങ്ങളിൽ, കളറുകളിൽ, അതുപോലെ തന്നെ വിവിധ ടേസ്റ്റുകളിൽ എല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവും. ഈ ടേസ്റ്റുള്ളതും ഈ കളറും ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല, അപ്പോൾ അത് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് അത് മേടിച്ച് കുടിക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷേങ്കിൽ അത് വളരെയധികം കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പാനീയമാണ്. അതിനു പകരം നമ്മൾ സാധാരണ വെള്ളം മേടിച്ച് കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ പഴനീരുകൾ, പഴച്ചാറുകളൊക്കെ കുടിക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവുകയില്ല. പക്ഷേങ്കിൽ കടയിൽ നിന്നൊക്കെ നമ്മൾ പല ജ്യൂസുകളും കുടിക്കുന്നുണ്ടല്ലോ, മാംഗോ ജ്യൂസ് അങ്ങനെ പല ജ്യൂസുകളും കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ അമിതമായ മധുരം ചേർക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണാറുള്ളതാണ്, ഇപ്പോൾ മാങ്ങ ജ്യൂസ് എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ബോട്ടിലാക്കി വരുന്നുണ്ടല്ലോ. പക്ഷേങ്കിൽ അത് ഒരല്പം പോലും മാങ്ങ ഇടുന്നില്ലതാണെന്നാണ് സത്യം. എല്ലാം കൃത്രിമകരമായിട്ടാണ് അത് നിർമ്മിക്കുന്നത്. ഇത് ആരും മനസ്സിലാക്കാതെയാണ് ഇപ്പോൾ എല്ലാവരും കുടിക്കുന്നത്. അവരെല്ലാം വിചാരിക്കുന്നത് ഇത് മാംഗോ ജ്യൂസ് അല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന്. ഈ തെറ്റായ ചിന്താഗതിയൊക്കെ മാറ്റേണ്ടത് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതിന് പകരം നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യ പ്രശ്നവും ഉണ്ടാകുന്നില്ല. മറിച്ച് നമ്മൾ എണ്ണയിൽ പൊരിച്ചതും ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം രോഗം വരുമെന്ന് ഒരു സംശയവുമില്ല. അതിന് കാരണമെന്ന് പറയുന്നത്, ഇന്ന് പൊരിച്ച എണ്ണ തന്നെയായിരിക്കും നാളെയും പൊരിക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പല കീടാണുക്കളും ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വന്നുകൂടാൻ സാധ്യതയാകും. അപ്പോൾ വരും തലമുറ ആരോഗ്യകരമായി വളരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിദ്യാർത്ഥികൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നതാണ്. അധ്യാപകരും മാതാപിതാക്കളും കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നല്ലവണ്ണം പഠിപ്പിച്ചു കൊടുക്കുക. ഫാസ്റ്റ് ഫുഡ് കഴിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണ്? നമ്മൾ പയർവർഗ്ഗങ്ങളും പാൽ, മുട്ട, പഴം, പച്ചക്കറികൾ, പഴങ്ങൾ ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് എന്ത് ഗുണമാണ് ഉണ്ടാവുക എന്നൊക്കെ കുട്ടികൾക്ക് നല്ലവണ്ണം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരും തലമുറ നല്ല ആരോഗ്യകരമായി വളരും. അങ്ങനെ അവർ വളരുകയാണെങ്കിൽ അടുത്ത തലമുറയും അതുപോലെ തന്നെ വളരും. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.